35 വർഷത്തോളം വരുന്ന ഒരു മീഡിയ ജീവിതം. മീഡിയയിലേക്കുള്ള എൻട്രി എന്നുള്ളതല്ല, ഞാൻ ഈ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ യുവജനോത്സവങ്ങളിലെ വിജയമായിരുന്നു. Quora.com ഇന്ത്യയിലെ ക്വിസ് മാസ്റ്റർമാരെ റാങ്ക് ചെയ്തിരിക്കുന്നതിൽ എന്നെയാണ് ഒന്നാമതായി റാങ്ക് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് മീഡിയയിലേക്കൊക്കെ വരുമ്പോൾ സാറിന് എവിടെയെങ്കിലും ഒരു ഇൻറ്റ്യൂഷൻ? അങ്ങനെ ഒരു കൺസീൽഡ് മാധ്യമ ജീവിതമല്ലല്ലോ, ഒളിച്ചു വയ്ക്കപ്പെടാത്തതാണല്ലോ എല്ലാം പറ്റിയത്. അറിവിൻ്റെ പോരാളി, അശ്വമേധങ്ങളുടെ രാജാവ്, മലയാളികൾ മാത്രമല്ല മറ്റു പല ദേശക്കാരും ഭാഷക്കാരും ഉറ്റുനോക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ് സർ. വെൽക്കം സർ. നമസ്കാരം സർ. നമുക്ക് ആദ്യമേ തന്നെ സാറിൻ്റെ ഒരു മീഡിയയിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അതിന് എവിടെയാണ് സാറിന് അങ്ങനെ ഒരു മീഡിയ ആണ് എൻ്റെ ഏരിയ എന്നുള്ളത് മനസ്സിലായത്? ആ കാലഘട്ടത്തിൽ തന്നെയാണ് ദൂരദർശനിൽ, അതിനു മുൻപ് തന്നെ റേഡിയോയിലൊരു നിർത്താതെ സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദൂരദർശനിൽ ടോക്ക് ഷോകളുടെ അവതാരകനായി വിവാദപർവം എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രഭാഷണവും എഴുത്തും, ലൈവ് ക്വിസിംഗ് ഷോ, ഇത് റിവേഴ്സ് ക്വിസാണ്, മറ്റേത് ക്വിസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ക്വിസിംഗ് ഷോ ഉണ്ട്. Quora.com ഇന്ത്യയിലെ ക്വിസ് മാസ്റ്റർമാരെ റാങ്ക് ചെയ്തിരിക്കുന്നതിൽ എന്നെയാണ് ഒന്നാമതായി റാങ്ക് ചെയ്തിട്ടുള്ളത്. അതൊരു തിയേറ്ററിക്കൽ വിഷ്വൽ, അത് അശ്വമേധമാണ് വന്നത്. അപ്പം അങ്ങനെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഇടപെടലുകളിലൂടെ മുന്നോട്ട് പോകുന്നു. എഴുത്തുണ്ട്, പ്രഭാഷണമുണ്ട്. ഒരു നീണ്ട 35 വർഷത്തോളം വരുന്ന ഒരു മീഡിയ ജീവിതം, പൊതുജീവിതം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. മാധ്യമ ജീവിതത്തെക്കാളും അതൊരു പൊതുജീവിതം. അതെ, അങ്ങനെ ഒരു കൺസീൽഡ് മാധ്യമ ജീവിതമല്ലല്ലോ, ഒളിച്ചു വയ്ക്കപ്പെടാത്തതാണല്ലോ എല്ലാം.